മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന രംഗവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വരൂ നമുക്ക് കഥ പറയാം. ആനപ്പാറയിലേക്കുള്ള വഴിയോരങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സുന്ദരമായ ഒരു അന്തരീക്ഷമാണ്. കിളികളുടെ ചില ശബ്ദങ്ങൾ പ്രകൃതിക്ക് ഭംഗിയേകുന്നുണ്ട്. വഴിയോരങ്ങളിൽ എത്തി നോക്കി നിൽക്കുന്ന പാറകൾ വഴിക്ക് വളരെ സൗന്ദര്യം നൽകുന്നു. പാറകളും കയറി ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുൽമേടുകളുടെ താലോലലും ഇവിടുത്തെ നീലാകാശവും കറുത്ത നിറത്തിലുള്ള പാറകളും വല്ലാത്ത അനുഭൂതി നൽകുന്നു. കൂടെയുള്ള 3 ആളുകളാണ് ഇപ്പോൾ പാറയ്ക്ക് മുകളിലെത്തിച്ചേർന്ന് അവർ പ്രകൃതി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിലെ വ്യൂ അതിമനോഹരമാണ്. പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും ധാരാളം റബ്ബർ തോട്ടങ്ങളും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ആളുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് ആളുകൾ ട്രക്കിങ്ങുമായി വന്നതാണ്. ജീപ്പും കുടുംബവുമാണെന്ന് തോന്നുന്നു. ഏതായാലും അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊടുപുഴയ്ക്കടുത്തുള്ള ആനപ്പാറയുടെ ഏറ്റവും മുകൾ വശത്താണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. ഇവിടെ നാട്ടുകാരായ റഫീഖ് അമാനി ഉസ്താദും സലാം ഉസ്താദും നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. എന്താണ് ആനപ്പാറയുടെ ചരിത്രവും ഇതിൻ്റെ പ്രസിദ്ധിയെക്കുറിച്ച് സംസാരിക്കാം? ആനപ്പാറ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ എപ്പോഴും പോണ ഒരു സ്ഥലമാണ്. അതായത് ഇവിടെ ഇടുക്കി ജില്ലയിൽ ഇടുക്കി ജില്ലയുടെ പ്രവേശന കവാടത്തിൽ നിന്ന് ഏതാണ്ട് 8-9 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാലാണ് ഈ ഭാഗം കാണുന്നത്. അധികം ആരും വരാത്തൊരു സ്ഥലമാണ്. എങ്കിൽ പോലും നല്ല വശ്യമനോഹാരിതയുള്ള ഒരു പാടവും അതേപോലെ എത്രയോ പ്രകൃതിയുടെ സൗന്ദര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും. കമ്പന്തേനി രാമക്കൽമേട് മലയുടെ മുകളിൽ നിന്ന് കാണുന്ന അതേ പ്രതീതി, രാമക്കൽമേട് മലയിൽ പോകാത്തവരുണ്ടാകില്ല, അതേ പ്രതീതിയാണ് ഈ ആനപ്പാറയുടെ മുകൾ തട്ടിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണുന്നത്. അത്രയും നല്ല രൂപത്തിൽ ഇവിടെ ഏതായാലും മനോഹരമായ ഒരു ഇടമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കുറച്ചും കൂടി നേരത്തെ വന്നാൽ നമുക്ക് ഈ ദേശങ്ങളെല്ലാം കോട ഇറങ്ങി നിറഞ്ഞതായി കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്.